നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ദിസോ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ലേറ്റസ്റ്റ് സ്മാർട്ട് വാച്ച് ദിസോ വാച്ച് 2 സ്പോർട്സ് എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളാണ്. ഓർക്കുക, ദിസോ നേരത്തെ ദിസോ വാച്ച് 2 പുറത്തിറക്കി, അത് കുറച്ചുകൂടെ പ്രൈസാണ്. ഇവിടെ ദിസോ വാച്ച് 2 സ്പോർട്സിലേക്ക് വരുമ്പോൾ പ്രൈസ് കുറവാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 1999 രൂപ. അപ്പോൾ 2000 രൂപയിൽ താഴെ ഈ ഒരു സ്മാർട്ട് വാച്ച് എത്രത്തോളം നിങ്ങൾക്ക് സ്യൂട്ടാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കാം. ഇതുപോലൊരു ബോക്സിലാണ് ദിസോയുടെ വാച്ച് 2 സ്പോർട്സ് എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. ഇവിടെ ഇതുപോലെ ദിസോ വാച്ച് 2 സ്പോർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. റിയൽമി ടെക് ലൈഫ് എന്നും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ബോക്സിൻ്റെ താഴെ ഇതുപോലെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിളാണ് ഇതിനകത്ത് വേറെ അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പാണ് മാഗ്നറ്റിക് ടൈപ്പ് ചാർജിങ് കേബിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് നമ്മൾ ഫോണിൻ്റെയൊക്കെ ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. അപ്പോൾ ദേ ഇരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ച്. പുറത്തേക്ക് എടുക്കാം. ഈ ഒരു ബക്കിളിലൊക്കെ ഇതുപോലെ ദിസോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, അത് ഒഴിവാക്കാം. വെറും 41.5 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് വാച്ചിന്. അതുകൊണ്ട് തന്നെയും നമ്മളുടെ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇത്തരത്തിൽ കയ്യിൽ കെട്ടിയിട്ടുണ്ടെന്ന് പോലും പറയില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ദിസോ വാച്ച് 2 സ്പോർട്സ്. അതുപോലെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ സ്ട്രാപ്പാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പാണ്. ഇതിൻ്റെയൊക്കെ ഒരു ബെൽറ്റ് ക്വാളിറ്റി മനോഹരമാണ്, മറ്റു കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു സ്ട്രാപ്പ് കണ്ടില്ല, ഈ ഒരു ബക്കിൾ മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. വേറെ കളർഫുൾ ആയിട്ടുള്ള സ്ട്രാപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് വാച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 5-6 വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ വേരിയൻറ്റിൽ ലഭ്യമാണ്. പല കളർ, നല്ല കളർഫുൾ ആയിട്ടുള്ള കളറുകൾ വേണ്ടുന്നവർക്ക് അത്തരം കളറുകൾ വാങ്ങുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ സ്ട്രാപ്പ് മാറിയിടണമെന്ന് പോലും വേണ്ട. ആദ്യം വാങ്ങുന്നത് നല്ല കളർഫുൾ സ്ട്രാപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. 1.69 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് വെച്ചില്ല, ഇപ്പോൾ മാത്രമാണ് ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് വന്നത്. ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് കണ്ടില്ല, ഇത്തരത്തിൽ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ അത്രയും ബ്രൈറ്റ്നസ് 600 നിറ്റ്സ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഹോം സ്ക്രീനിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ, ഏകദേശം 4 വ്യത്യസ്ത വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് തന്നെ ആൾറെഡി ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ചിലതൊക്കെ ഇത്തരത്തിൽ ഡൈനാമിക്കാണ്, കണ്ടില്ല എൻ്റെ കണ്ണൊക്കെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ ഡൈനാമിക് ആയിട്ടുള്ള വാച്ച് ഫേസും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. വാച്ചിൽ 4 വാച്ച് ഫേസേ ഉള്ളൂവെങ്കിലും ഇതിൻ്റെ കമ്പാനിയൻ ആപ്പായിട്ടുള്ള ദിസോ എന്ന് പറയുന്ന ആപ്പിനകത്ത് നിരവധി വാച്ച് ഫേസുകൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 150-ലധികം വാച്ച് ഫേസുകൾ ഇത്തരത്തിൽ പല കാറ്റഗറികളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ കാറ്റഗറിയിലും വീണ്ടും വീണ്ടും വാച്ച് ഫേസുകളുണ്ട്. നമുക്കവ ഇഷ്ടമുള്ളത് ഇതിൽ വന്നതിന് ശേഷം ഈ ഒരു ക്ലൗഡ് വാച്ച് ഫേസുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ വാച്ചിലേക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെയർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ കാണാം. ഞാനിപ്പോൾ പെയർ ചെയ്തതേ ഉള്ളൂ. മെയിൻ സ്ക്രീനിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റ് ഓപ്ഷനുകൾ കാണാം. വെതർ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, മ്യൂസിക് കൺട്രോൾ, അതുപോലെ ക്യാമറ കൺട്രോൾ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമുക്കിവിടെ കാണാം. ഈ ഒരു ക്യാമറ കൺട്രോൾ എടുത്താൽ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോണിലെ ക്യാമറ ഷട്ടർ ബട്ടൺ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫോണിലെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സെൽഫിയൊക്കെ എടുക്കാനായിട്ട് ഫോൺ കുറച്ച് ദൂരെ വെച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ വാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാമറ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കായിട്ടുള്ള പീരീഡ് കാൽക്കുലേറ്ററും ഒക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിന് അത് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെറ്റിങ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് വാച്ച് ഫേസുകൾ മാറ്റാനുള്ള ഓപ്ഷൻ, അതുപോലെ സ്ക്രീൻ ഓൺ ടൈം, എത്ര സമയം കഴിയുമ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ താനെ ഓഫ് ആകണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മാക്സിമം 30 സെക്കൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഒരു മെയിൻ ഡിസ്പ്ലേ ഓഫ് ആവും. ഓർക്കാം, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടില്ല. വാച്ചിൻ്റെ മെയിൻ സ്ക്രീനിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകളാണ് ഇവിടെ കാണുന്നത്. കൂടാതെ വാച്ച് ബ്ലൂടൂത്ത് വഴി പെയർഡ് ആണോ എന്ന് കാണിക്കുന്നു, ബാറ്ററി പെർസെൻറ്റേജ്, ഡേറ്റ് ആൻഡ് ടൈം, അതുപോലെ മറ്റ് ടോഗിൾ, ബ്രൈറ്റ്നസ് കൂട്ടാൻ, അതുപോലെ ബാറ്ററി സേവിങ് മോഡിലേക്ക് മാറുക, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്സ്, ഇങ്ങനെ നിരവധി ഓപ്ഷൻ നമുക്കിവിടെ കാണാം. വാച്ചിൻ്റെ വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റിയുടെ ഒരു സമ്മറി ഇതുപോലെ കാണാം. എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കിലോ കലോറി ബേൺ ചെയ്തു. വീണ്ടും സ്വൈപ്പ് ചെയ്താൽ സ്ലീപ്പ് റെക്കോർഡ് കാണാം. ഓർക്കുക, വാച്ച് നമ്മൾ ഉറക്കത്തിൽ കയ്യിൽ കെട്ടിയിരിക്കണം. അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററിൻ്റെ ഓപ്ഷനാണ്. കൃത്യമായിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് ഈ ഒരു വാച്ച് മെഷർ ചെയ്ത് നമ്മെ ഇവിടെ കാണിക്കും. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് എത്രയുണ്ട് എന്ന് കാണിക്കുന്നു. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെതർ ഇൻഫർമേഷനാണ്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻ സ്ക്രീനിലേക്ക് വരും. ഇവിടെ വാച്ചിൻ്റെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ മെനു സ്റ്റൈൽ എങ്ങനെയുള്ളത് വേണം എന്ന ഓപ്ഷൻ വരെയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ലിസ്റ്റ് സ്റ്റൈൽ മാറ്റി വേണമെങ്കിൽ നമുക്ക്
9 ഗ്രിഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മെനു ഒറ്റ സ്ക്രീനിൽ 9 എണ്ണമുള്ള രീതിയിലുള്ള ഒരു ഗ്രിഡ് സ്റ്റൈലിലേക്ക് മാറുന്നതായി കാണാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഒരു 580 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൽ പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കയ്യിൽ തന്നെ കെട്ടാം. വേണമെങ്കിലും ഒന്ന് കുളിക്കുമ്പോൾ വേണമെങ്കിലും കയ്യിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് കെട്ടിയിരുന്നാൽ കുഴപ്പമില്ല. നടക്കാൻ പോകുമ്പോൾ അല്പം വിയർപ്പ് തുള്ളി ഇറങ്ങിയാലോ മഴത്തുള്ളികൾ നനഞ്ഞാലോ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നേരത്തെ പറഞ്ഞാലോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. അത് LED ഡിസ്പ്ലേ ഉള്ള വാച്ചുകളാണ് സാധാരണ വരുന്നത്. ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. മാത്രമല്ല കോൾ അറ്റൻഡ് ഫീച്ചറും ഇല്ല. അതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാവൂ. കോൾ അറ്റൻഡ് ഫീച്ചർ ഒരു 10,000 രൂപയിൽ പുറത്തുള്ള സ്മാർട്ട് വാച്ചുകളൊക്കെയാണ് സാധാരണ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കാണാനും അവർ റിജക്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5 സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിന് 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് DIZO എന്ന കമ്പനി അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു നോർമൽ കണ്ടീഷനിലെ ബാറ്ററി ലൈഫായിരിക്കും. നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡിസ്പ്ലേ കൂടുതൽ സമയം ഓൺ ചെയ്ത് വെക്കുകയും നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ കൂടുതലൊക്കെ നോക്കിയാൽ എങ്ങനെ പോയാലും ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ബാറ്ററി ലൈഫ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്രയും ദിവസം ഉപയോഗിച്ച് നോക്കിയെങ്കിൽ കൃത്യമായിട്ട് ഇത് ബാറ്ററി ലൈഫ് എത്ര ദിവസം കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ഐഫോണുകളോടൊപ്പം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് പെയർ ചെയ്യാനുള്ള DIZO എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമുക്ക് ഐഫോണിലും അതുപോലെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ കണക്റ്റഡ് ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ നിരവധി സെറ്റിങ്ങുകൾ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ഈ ഒരു വാച്ച് വഴി മെഷർ ചെയ്യുന്ന ഹെൽത്ത് ഡേറ്റ ഇവിടെ കൃത്യമായിട്ട് റെക്കോർഡായിട്ട് കാണിക്കുകയും ചെയ്യും. അതുപോലെ വെതർ ഇൻഫർമേഷനൊക്കെ വാച്ചിൽ നിന്ന് കൃത്യമായിട്ട് ഇതിലേക്ക് റിട്രീവ് ചെയ്യുന്നുണ്ട്. എത്ര സ്റ്റെപ്പ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് നമുക്ക് വാച്ച് ഫേസുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്ലീപ്പ് ഡേറ്റയൊക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഹാർട്ട് റേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതുപോലെ ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ നമ്മൾ വാച്ചിൽ മെഷർ ചെയ്താൽ അതും ഈ ഒരു ഭാഗത്തേക്ക് റിട്രീവ് ചെയ്യുന്നുണ്ട്. 12 മാസത്തെ വാറണ്ടി നൽകുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് DIZO ഇപ്പോൾ ചുമത്തുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പൈസയ്ക്ക് ഇതൊരു വർത്തി സ്മാർട്ട് വാച്ചാണ്. ആ ഒരു പ്രൈസിന് അത് ഉറപ്പിച്ച് പറയട്ടെ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് തന്നെയാണ് DIZO വാച്ച് R സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്മാർട്ട് വാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് പ്രോഡക്റ്റുകളുടെ വിശേഷവും മറ്റും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ stay safe. Bye.